നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരൊറ്റ സൈനിങ് മാത്രമാണ് സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണ നടത്തിയിട്ടുള്ളത്. ജർമ്മൻ ക്ലബ്ബായ RB ലീപ്സിഗിൽ നിന്നും സ്പാനിഷ് താരമായ ഡാനി ഓൾമോയെ അവർ കൊണ്ടുവരികയായിരുന്നു. ഏകദേശം 60 മില്യൺ യൂറോയോളം അവർ താരത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. നേരത്തെ FC ബാഴ്സലോണയുടെ അക്കാദമിയായ ലാ മാസിയയിലൂടെ വളർന്നു വന്നിട്ടുള്ള താരമാണ് ഡാനി ഓൾമോ. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ക്ലബിന് തിരിച്ചെത്തിക്കേണ്ടി വരികയായിരുന്നു. ഓൾമോയെ സൈൻ ചെയ്തിട്ട് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. എന്നിട്ടും താരത്തെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശങ്കയുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഇൽക്കൈ ഗുണ്ടോഗൻ, വിറ്റോർ റോക്ക്, ക്ലെമന്റ് ലെങ്ലെറ്റ് എന്നിവരൊക്കെ ക്ലബ്ബ് വിട്ടിട്ടും താരത്തെ രജിസ്റ്റർ ചെയ്യാൻ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെയാണ് ബാഴ്സയുടെ മറ്റൊരു താരമായ ആൻഡ്രിയാസ് ക്രിസ്ത്യൻസന് പരിക്കേൽക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ FC ബാഴ്സലോണയ്ക്ക് തുണയായി എന്ന് വേണം പറയാൻ. കാരണം 2 മാസം മുതൽ 4 മാസം വരെ ക്രിസ്ത്യൻസൻ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള റിപ്പോർട്ട് FC ബാഴ്സലോണ ലാലിഗയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു. ലാലിഗ അത് പരിശോധിച്ചു. അത് ബോധ്യപ്പെട്ടതോടുകൂടി ഒൽമോയെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അനുമതി അവർ ക്ലബിന് നൽകുകയായിരുന്നു. ഈ 4 മാസങ്ങൾക്ക് മുൻപ് പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് ക്രിസ്ത്യൻസൻ തിരിച്ചെത്തിയാൽ അദ്ദേഹത്തിന് ടീമിനോടൊപ്പം തുടരാൻ കഴിയും. ഇതും ബാഴ്സയ്ക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഡിസംബറിന് ശേഷം സാലറി ക്യാപ്പിൽ അവർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തേണ്ടി വന്നേക്കും. അല്ല എന്നുണ്ടെങ്കിൽ അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ FC ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ റയോ വല്ലക്കാനോയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1 മണിക്ക് റയോ വല്ലക്കാനോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ ഡാനി ഓൾമോ കളിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ലീഗിലെ ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച FC ബാഴ്സലോണ ഇപ്പോൾ തുടർച്ചയായ 3ാമത്തെ വിജയമാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.